നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരത്തിൻ്റെയാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന 4 മണി പലഹാരം കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു മധുരമുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം വേണം പഴുത്തത്. പിന്നെ 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളയായാലും ബ്രൗൺ ആയാലും കുഴപ്പമില്ല. പിന്നെ ചിരകിയ തേങ്ങ വേണം, അത് നമ്മൾ 1/2 കപ്പാണ് എടുത്തത്. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ചിരകിയ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് നോക്കാം. പിന്നെ നെയ്യ് വേണം. നെയ്യ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം. പിന്നെ എന്താ വേണ്ടത്, കുറച്ചൊരു ഉപ്പ് വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പഴം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാനൊക്കെ വെച്ചു. ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നെയ്യിൻ്റെ ഒരു കണക്കൊന്നും പറയുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഉണ്ടല്ലോ, അപ്പോൾ ആ പഴമാണ്. അപ്പോൾ ആ പഴം ചേർത്തിട്ട് ഇനി നല്ല പോലെ ഒന്ന് വാട്ടി കൊടുക്കണം. വാട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഒരു അതിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് വരും. ഈ ഒരു കളറ് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് വാട്ടി കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് ശർക്കര ഉണ്ടല്ലോ, ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ശർക്കര, അതുകൊണ്ടാണ് ഡയറക്റ്റായി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇനി ഉരുകിയിട്ട് ഇതിൻ്റെ കൂടെ ചേർന്ന് നല്ലപോലെ വാടി വരും. പഴവും അതുപോലെ തന്നെ അവലും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും കൂടെ നല്ല മിക്സായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. പഴം വേണമെങ്കിൽ ഒന്ന് തവി വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഉടച്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ പഴം അവിടെ നിൽക്കട്ടെ, ഒന്ന് ചൂട് തണിയണം. ആ സമയം കൊണ്ട് നമ്മളൊരു കൂട്ടുണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിട്ട് ആണ് കൂട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൂട്ടുണ്ടാക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഒരുപാട് അങ്ങ് ലൂസായിട്ട് പോകണ്ട, കുറച്ച് കട്ടിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കൂട്ട് വേണ്ടത്. അപ്പോൾ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം ഉണ്ടല്ലോ, അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ, അതായത് പഴം ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. എന്ത് ഷേപ്പിലാക്കിയാലും കുഴപ്പമില്ല. ഞാനിത് ജസ്റ്റ് ഒരു ബോൾ പോലെ ആക്കി എടുക്കുകയാണ്. ഇനി നമ്മളൊരു പാന് വെച്ചോ, അതിൽ വെളിച്ചെണ്ണയോ എന്തോ ഇല്ലാലും കുഴപ്പമില്ല, ചൂടാക്കിയിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ഇതുണ്ടല്ലോ പഴത്തിൻ്റെ, അത് നമ്മളെ ഗോതമ്പിൻ്റെ കൂട്ടിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അതായത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം അത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴവും അതുപോലെ അവലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത്. എന്താ പറയുക, നല്ലൊരു സോഫ്റ്റാണ്. പിന്നെ ആ ശർക്കരയിൽ ഈ അവിലും അതുപോലെ പഴമൊക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.